നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോളണ്ടിലെ കറ്റോവിസ് നഗരത്തിൽ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട 18-കാരിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ക്രൂരത കോടതിയിൽ വെളിപ്പെടുത്തി യുവാവ്. മൊട്ടൂസ് ഹൈപ്പ 20 വയസ്സാണ് എന്ന ആളാണ് സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. നാണയമെറിഞ്ഞാണ് താൻ കൊലപാതകം നടത്താൻ തീരുമാനിച്ചതെന്നാണ് പ്രതി കോടതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ചോദ്യം ചെയ്യലിലും അതിക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്തകളാണ് പുറത്തുവന്നത്. പ്രതിയായ മൊട്ടൂസ് ഹൈപ്പയുടെ മൊഴി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. പോളണ്ടിലെ കറ്റോവിസിൽ 2023 ഓഗസ്റ്റിലാണ് കൊലപാതകം നടന്നത്. കറ്റോവിസിലെ ഒരു പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പെൺകുട്ടി. കാർ റിപ്പയർ ഷോപ്പിലെ ജോലി കഴിഞ്ഞ് വരികയായിരുന്നു ഹൈപ്പ. ഇരുവരും ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടു. തുടർന്ന് പ്രതി പെൺകുട്ടിയെ തന്റെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി. പെൺകുട്ടി അവിടെ ഉറങ്ങി. ഇതിനിടയിൽ കൊലപാതകം നടത്തണോ വേണ്ടയോ എന്ന് താൻ ടോസ് ഇടുകയായിരുന്നു എന്നാണ് പ്രതിയുടെ മൊഴി. ഞാനൊരു നാണയം വലിച്ചെറിഞ്ഞു, ഹെഡാണ് വന്നത്, അതിനാൽ ഞാൻ അവളെ കൊന്നു. അത് ടെയിലായിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു എന്ന വളരെ വിചിത്രമായ ഒരു മൊഴിയാണ് ഹൈപ്പ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. താൻ കയറുകൊണ്ട് കഴുത്ത് ഞെരിച്ചതായി ഹൈപ്പ സമ്മതിച്ചു. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷവും അവളുടെ മൃതദേഹവുമായി പ്രതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. താൻ കുറച്ചു കാലമായി കൊലപാതകത്തെ കുറിച്ച് ആലോചിക്കുകയായിരുന്നുവെന്നും ഇരയെ തേടി നഗരത്തിൽ കറങ്ങി നടന്നിട്ടുണ്ടെന്നും ഹൈപ്പ കോടതിയിൽ പറഞ്ഞു. സ്വന്തം വീട്ടിലേക്ക് പോകാനോ എന്റെ കൂടെ വരാനോ താല്പര്യമെന്ന് ചോദിച്ചു. പെൺകുട്ടി എന്റെ കൂടെ വരാൻ തീരുമാനിച്ചു. പെൺകുട്ടിയെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്ന ശേഷം ഞങ്ങൾ അവിടെ ഇരുന്നു. പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അവൾ ഉറങ്ങിപ്പോയി. ഞാൻ മുറിയിൽ ചുറ്റി നടന്നു, അവളെ ഉണർത്താൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ ഞാനൊരു നാണയം വലിച്ചെറിഞ്ഞു, കൊല്ലാൻ തീരുമാനിച്ചു. രക്തം പുറത്തേക്ക് വരാതിരിക്കാനാണ് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തീരുമാനിച്ചത് എന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. അവൾ ശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പോരാടാൻ അവൾക്ക് ശക്തിയില്ലായിരുന്നു. അവൾ ചെറുക്കാൻ ശ്രമിച്ചു, പക്ഷെ വളരെ വൈകിപ്പോയി. കൊലപാതക ശേഷം മൃതദേഹം സംസ്കരിക്കുന്നതിനെ കുറിച്ചും ആലോചിച്ചു. പിന്നീട് മനസ്സ് മാറി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എനിക്ക് കൊല്ലണമെന്ന് തോന്നി, കൊലപാതകം ചെയ്യുന്നത് സുഖം പകരുമെന്ന് കരുതി എന്നായിരുന്നു അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനോട് ഇയാൾ പറഞ്ഞത്. ഹൈപ്പ ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നുവെങ്കിലും പിന്നീട് മനസ്സ് മാറ്റി പോലീസിനെ വിളിച്ചതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം മുതൽ പ്രതി കസ്റ്റഡിയിലാണ്. ഗ്ലിവൈസിൽ നടന്ന ആദ്യ വിചാരണ ജനുവരി 8 നടന്നു. ഫെബ്രുവരി 12 വിചാരണ പുനരാരംഭിച്ചു. ഹൈപ്പയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കരുതപ്പെടുന്നു.